കൊടുങ്ങല്ലൂർ ക്ഷേത്ര സന്ദർശനം നടത്തിയത് പുസ്തക രചനയുടെ ഭാഗമായെന്ന് CPIM നേതാവ് P. ജയരാജൻ. താൻ ഭക്തനായി എന്ന് പറയുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ വിവരശേഖരണത്തിനായാണ് ക്ഷേത്രം സന്ദർശിച്ചത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയ സന്ദർശനം നിഷിദ്ധമാണെന്ന് പറഞ്ഞത് ആരാണെന്നും ജയരാജൻ ചോദിച്ചു. P. ജയരാജൻ കൊടുങ്ങല്ലൂർ കാവിൽ ദർശനത്തിനെത്തിയെന്നും വീഡിയോ ചിത്രീകരിക്കുന്നതായി കണ്ടപ്പോൾ സ്ഥലം വിട്ടുവെന്നുമായിരുന്നു സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളുടെ പ്രചാരണം. ഇന്നലെ വൈകിട്ട് 4:40-നാണ് P. ജയരാജൻ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. ക്ഷേത്രം മുഴുവൻ നടന്നു കണ്ട ജയരാജൻ പക്ഷേ നടകളിൽ തൊഴുതില്ല. ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും ആരാധന സമ്പ്രദായങ്ങളും ജീവനക്കാരോട് ചോദിച്ചറിയുകയും ചെയ്തു. ജയരാജൻ ആരാധനയ്ക്കായി എത്തിയതാണെന്നും വീഡിയോ ചിത്രീകരിച്ചപ്പോൾ പെട്ടെന്ന് ഒഴിവായി പോയെന്നുമാണ് ചില സംഘപരിവാർ മാധ്യമങ്ങളും പ്രാദേശിക BJP നേതൃത്വവും പ്രചരിപ്പിച്ചത്. ഇതോടെയാണ് P. ജയരാജൻ വിശദീകരണവുമായി എത്തിയത്. കൊച്ചിയിലെ കോടതിയിലേക്ക് പോകും വഴി കൊടുങ്ങല്ലൂരിൽ ഇറങ്ങിയത് യാദൃച്ഛികമായാണ്. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സനാതിനിയുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തിന്റെ വിവരശേഖരണമായിരുന്നു സന്ദർശന ഉദ്ദേശം. തന്റെ പുസ്തകത്തിലെ ഒരു അധ്യായം ബ്രാഹ്മണീയമല്ലാത്ത ആചാരരീതികൾ ഇപ്പോഴും നിലനിൽക്കുന്ന ആരാധനാലയങ്ങളെക്കുറിച്ചാണ്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് കൊടുങ്ങല്ലൂർ കാവ്. കൊടുങ്ങല്ലൂർ കാവിനെ കുറിച്ച് പഠനങ്ങളിലൂടെയും വായനകളിലൂടെയും മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെയുള്ള കോഴിക്കല്ല്, തവിട്ടുമുത്തി, വസൂരിമല പ്രതിഷ്ഠ തുടങ്ങിയവയുടെ സാംസ്കാരിക പശ്ചാത്തലം നേരിട്ട് കണ്ടു മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. കൊടുങ്ങല്ലൂർ കാവിൽ ഇതേവരെ ഞാൻ സന്ദർശിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒന്ന് സന്ദർശനം നടത്തണമെന്ന് തോന്നി. അങ്ങനെയാണ് പോയത്. അപ്പോൾ ദർശനമല്ല, സന്ദർശനമാണ് നടത്തിയത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എൻ്റെ വീട്ടിൽ മതാചാരമനുസരിച്ചുള്ള ഒരു സിംറ്റവും കാണാൻ കഴിയില്ല. അതിൻ്റെ ഒരംശവും എൻ്റെ വീട്ടിലില്ല. അതേസമയം എല്ലാ വിശ്വാസികളെയും ബഹുമാനിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. താനൊരു ഭക്തനായി മാറിയെന്നോ ആരാധനാലയങ്ങളെ മാറ്റി നിർത്തിയാലേ ഈ നാടിന്റെ സാമൂഹ്യ ചരിത്രം പഠിക്കാൻ കഴിയൂ എന്നോ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് സഹതാപം മാത്രം. കേരളത്തിലെ വലുതും ചെറുതുമായ നിരവധി ആരാധനാലയങ്ങളിൽ ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. അജ്മീർ ദർഗയിലും പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിലും നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളിലും പോയിട്ടുണ്ട്. ഇതെല്ലാം ഭക്തി പ്രകടനമായി അല്ല, സമൂഹത്തെയും ചരിത്രത്തെയും ജനവിശ്വാസങ്ങളെയും കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരങ്ങളായിട്ടാണ് ഉപയോഗിച്ചത്. സമൂഹത്തെ അതിന്റെ സങ്കീർണതകളോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ രീതി. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയങ്ങൾ സന്ദർശനം നിഷിദ്ധമല്ലെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ എഴുതിയ വിശദീകരണത്തിൽ കുറിച്ചു. ഭക്തിയെയും ആരാധനാലയങ്ങളെയും RSS എങ്ങനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും വ്യക്തമായി ധാരണയുണ്ട്. ഇനിയും പൊതു ഇടങ്ങളിലും ആരാധനാലയങ്ങളിലും ചരിത്ര സ്മാരകങ്ങളിലും വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. ഈ മാസം അവസാനം പ്രകാശിതമാകുന്ന പുസ്തകം തന്നെയാകും തന്റെ ഭക്തിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് മറുപടിയെന്നും P. ജയരാജൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.